Good morning. Good morning, Good ma'am. morning, ma'am. Good morning. So, prayer ആരാ? ആരെങ്കിലും റെഡി ആണോ? Yes, ma'am. ഓക്കെ ജീന. Open my eyes to see new friends. Open my ears to hear my teacher. Open my mind to learn new things. Open my hands to help others. Open my mouth to speak kind words. Open my heart to love like you. Thank you, God. ഓക്കെ. സോ നമ്മൾ എന്താണ് യൂണിറ്റ് 6 സൈക്കോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്? എന്തായിരുന്നു സൈക്കോളജി? നമ്മൾ ആ വേർഡിന്റെ മീനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തായിരുന്നു വേർഡിന്റെ മീനിങ്? സൈക്കോളജി ഒറിജിനേറ്റ് വേർഡുകളാണ്. ഏതൊക്കെയായിരുന്നു ഇത്? സൈക്കെ മീൻസ് എന്തായിരുന്നു? Soul of science. ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? പിന്നീട് നമ്മൾ പഠിച്ചത് ഡെഫിനിഷൻ പഠിച്ചു. സൈക്കോളജിയുടെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? സ്റ്റഡി ഓഫ് Behavior and human behavior. സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. വ്യക്തിയുടെ എന്താണ് സ്വഭാവത്തെ കുറിച്ചുള്ള പെരുമാറ്റത്തെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. And it is a cognitive process. ഓക്കെ. സയൻസ് ഓഫ് എന്താണ് ബിഹേവിയർ ആൻഡ് കൊഗ്നിറ്റീവ് പ്രോസസ്. എന്താ കൊഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാല്? അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ഡെവലപ്മെന്റ് ആണ്? വൈജ്ഞാനികപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഇന്റലക്ച്വൽ ആണ്. ഓക്കെ. അപ്പോ എന്താണ് ശാസ്ത്രമാണെന്ന് പറയുന്നത്? എന്തിന്റെ? പെരുമാറ്റത്തിന്റെയും അതേപോലെ തന്നെ കൊഗ്നിറ്റീവ് പ്രോസസ്സിന്റെയും അതിനെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി അതിന്റെ വിങ്സുകളെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെ വിങ്സ് ആയിരുന്നു? വിങ്സുകൾ ഏതൊക്കെയാ? ചൈൽഡ് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി. പിന്നെന്തായിരുന്നു? എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിച്ചു. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്തായിരുന്നു? ഒരു വ്യക്തിയുടെ ജീവിത പ്രക്രിയയിൽ വരുന്ന മാറ്റങ്ങളും ആ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വൈജ്ഞാനികപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. ലൈഫ് സ്പാനിൽ ഉണ്ടാകുന്ന പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ജീവിത കാലയളവിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഡെവലപ്മെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ ലൈഫ് സ്പാൻ സൈക്കോളജി എന്നറിയപ്പെടുന്നത്. ഇനി ചൈൽഡ് സൈക്കോളജി എന്താ? ചൈൽഡ് സൈക്കോളജി ഒരു കുട്ടി എങ്ങനെ നോളജ് നേടുന്നു, അതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, അതെങ്ങനെ ഉപയോഗിക്കുന്നു, ഇതിനെ കുറിച്ചുള്ള പഠനമാണ്. ചൈൽഡ് സൈക്കോളജി കുട്ടികളുടെ പെരുമാറ്റത്തെയും ഡെവലപ്മെന്റിനെയും സൈക്കോളജി. ഓക്കെ, ക്ലിയർ ആണോ? കുട്ടികളിലെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചുള്ള പഠനമാണ് ചൈൽഡ് സൈക്കോളജി. ഇനി എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താ? കുട്ടികളിലെ പഠന നിലവാരം ഒരു വ്യക്തിയെ എങ്ങനെ നോളേജ് അതിന് കണക്ട് ചെയ്യുന്നു, അറിവ് എങ്ങനെ ഓർത്ത് വെക്കുന്നു, അതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഒരു എന്താണ് സ്കൂളിൽ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു കുട്ടി എങ്ങനെ, ഒരു വ്യക്തി എങ്ങനെ അറിവ് നേടുന്നു, ആ അറിവ് എങ്ങനെ ഉപയോഗിക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി നമ്മള് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി. ഓക്കെ, ടീച്ചറും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാ? ഒരു ടീച്ചർ എന്താണ് സൈക്കോളജി മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, എന്തുകൊണ്ടാണത് നമുക്ക് നോക്കാം. ഇനി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കാം? ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. എഡ്യൂക്കേഷൻ ഇൻ സിമ്പിൾ ടേംസ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ ഇൻ എ കൺട്രോൾഡ് എൻവയോൺമെന്റ്. എന്താണ്? ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു കുട്ടിയിൽ, ഒരു വ്യക്തിയിൽ എന്താണ് സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഓക്കെ, അതിനെയാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ?
ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാ? വീട് കഴിഞ്ഞാല് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളുകളിലാണ്, ടീച്ചേഴ്സിന്റെ കൂടെയാണ് അല്ലെ? അപ്പൊ കുട്ടികളിലെ എന്താണ് അവരുടെ സ്വഭാവത്തെ ഷേപ്പ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് പോസിറ്റീവ് ചേഞ്ചസ്, സ്വഭാവത്തില് പലതരത്തിലുള്ള സ്വഭാവങ്ങളുള്ള കുട്ടികളുണ്ട് അല്ലെ? നല്ല രീതിയിലുള്ള സ്വഭാവം, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള കുട്ടികളുണ്ട് അല്ലെ? അപ്പൊ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരുന്നതിലാണെങ്കിലും അല്ലെങ്കിൽ സ്വഭാവത്തിലെ ഷേപ്പ് ചെയ്യണമെങ്കിലും എന്ത് വേണം? ഒരു ടീച്ചർ സൈക്കോളജിയെ കുറിച്ച് പഠിച്ചിരിക്കണം. ക്ലിയർ ആണോ? അതേപോലെ തന്നെയാണ് ഒരു ടീച്ചറോട് ഇടപഴകുന്ന കുട്ടിയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അവന്റെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, വേണ്ടേ? ഒരു ടീച്ചർ ഒരു കുട്ടിയെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം. അതിനെന്ത് വേണം? സൈക്കോളജി പഠിച്ചിരിക്കണം. പിന്നെന്താ പറയുന്നത്? അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ടീച്ചർക്ക് എങ്ങനെയാണ് ഒരു കുട്ടികളെ തിങ്ക് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, അതേപോലെ തന്നെ പെരുമാറുന്നത്, റിയാക്ട് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ അറിയണമെങ്കിലും അതേപോലെ തന്നെ കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓക്കെ, അവന്റെ പേഴ്സണാലിറ്റി എങ്ങനെയുള്ളതാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ടീച്ചർ സൈക്കോളജി അറിഞ്ഞിരിക്കണം. ഇനി വേറെന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? എല്ലാ കുട്ടികളും ഒരേ യൂണീക്ക്. എന്തോ ഒന്നോടെ പറയാമോ? നെറ്റ് പോയായിരുന്നു. പറയാം. സോ സൈക്കോളജി ഒരു ടീച്ചർ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടൊക്കെയാണത്? പല സ്വഭാവത്തിലുള്ള കുട്ടികളുണ്ട് അല്ലെ? അവരുടെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കണം, അവരുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ ഏത് രീതിയിലാണ് ആ കുട്ടി പഠിക്കുന്നത്, ഓക്കെ, എങ്ങനെയാണ് ആ കാര്യം അവൻ മനസ്സിലാക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ടീച്ചർ സൈക്കോളജി പഠിച്ചിരിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മാത്രമാണ് വ്യക്തമായ രീതിയിൽ ഒരു കുട്ടിയെ കുറിച്ച് അനലൈസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ക്ലിയർ ആണോ ഇത്? അതേപോലെ തന്നെ കുട്ടികളെല്ലാം ഒരേ സ്വഭാവ സവിശേഷതകളുള്ളവരാണോ? ആണോ? അല്ല. പഠിച്ചു, ഓക്കെ, ഒരു ക്ലാസ്സിൽ ഒരു 10-20 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, കുട്ടിയെ കുറിച്ച് പഠിച്ചാൽ ബാക്കി എല്ലാവരുടെയും ക്യാരക്ടർ അതേപോലെ ആയിരിക്കുമോ? അല്ല. യുണീക്ക് ആണ് കുട്ടികൾ അല്ലെ? കുട്ടികൾക്ക് ഓരോ ഇൻഡിവിജ്വൽ ആണ്, ഓരോരുത്തർക്കും ഓരോ സ്വഭാവ രീതികളാണുള്ളത് അല്ലെ, സവിശേഷതകളാണുള്ളത്. അപ്പൊ എല്ലാവരെയും മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ ആണോ? അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണെങ്കിലും കുട്ടികളുടെ കഴിവുകളാണെങ്കിലും വ്യത്യസ്തമായിരിക്കും. സോ എല്ലാ കുട്ടികളെയും കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്? എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള കഴിവല്ല, പഠിക്കാനുള്ള കഴിവാണെങ്കിലും മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒരേ രീതിയിലായിരിക്കുമോ? വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു കുട്ടിയുടെ സ്വഭാവം ഏത് രീതിയിലാണ്, അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിനുള്ളിൽ ആ കുട്ടിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ഇതും ഒരു ടീച്ചർ മനസ്സിലാക്കിയിരിക്കണം. ചില കുട്ടികളുണ്ട് എക്സ്ട്രാ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇൻഡിവിജ്വൽ ആയിരിക്കുമ്പോൾ അവരുടെ സ്വഭാവം ആ രീതിയിലാണ്. പക്ഷെ ഒരു ഗ്രൂപ്പിനുള്ളിലായിരിക്കുമ്പോൾ ആ ഗ്രൂപ്പ് സർക്കിളിലെ മറ്റു കുട്ടികളുടെ സ്വഭാവത്തിലെ ക്യാരക്ടേഴ്സിലെ സവിശേഷതകളും ഈ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്. ക്ലിയർ ആണോ? ഇപ്പോ നല്ല സ്വഭാവമുള്ള ഒരു കുട്ടി, നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ചീത്ത സർക്കിളിനുള്ളിലാണ് പെടുന്നതെങ്കിൽ ആ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ ഈ കുട്ടിയുടെ സ്വഭാവത്തെ? ചെയ്യാറില്ലേ അങ്ങനെ? ഒരു എക്സാമ്പിൾ പറയൂ. ആരെങ്കിലും ഒരു എക്സാമ്പിൾ പറയൂ. അതെ മാഡം, അതായത് എന്താ പറയാ, ഡ്രിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ബോയ്സിന്റെ കൂടെ കൂടുമ്പോ മദ്യപിക്കാനുള്ള ഒരു ടെൻഡൻസി വരില്ലേ? അതെ, ഇപ്പൊ നല്ലതാണെങ്കിലും അതേപോലെ അതെ, ചീത്തയാണെങ്കിലും ചീത്ത പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു കുട്ടിയെ സംബന്ധിച്ച് അല്ലെ? ഇപ്പൊ നെഗറ്റീവ് ആണ് ഇപ്പൊ പറഞ്ഞത്, ഇനി പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെ? നമുക്ക് ഒരു എക്സാമ്പിൾ പറയൂ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ കൂടെ എന്നുണ്ടെങ്കിൽ അവന്റെ എന്താ പറയാ കൂടെ ഇരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അവന്റെ ഒപ്പം എത്താൻ വേണ്ടി ശ്രമിക്കും പിള്ളേര്. ഓക്കെ, വെരി ഗുഡ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ?
ബിഹേവിയർ ആ. നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ. ഇപ്പൊ മുതിർന്നവരെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നവരാണെങ്കിൽ എന്താണ്, ആ ഗ്രൂപ്പ് സർക്കിളിലെ ഒരു കുട്ടി എല്ലാവരെയും മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സിനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്, പെരുമാറുന്നുണ്ടെങ്കിലൊക്കെ എന്താണ്, മറ്റു കുട്ടികൾക്കും അതെന്താണ്, ഒരു എൻകറേജ്മെന്റ് ആണ് അല്ലേ. അവനെ പോലെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നും സ്നേഹം ലഭിക്കണമെങ്കിൽ ഈ രീതിയിൽ പെരുമാറണം, അങ്ങനെ ഒരു തോട്ട് പ്രോസസ് അവരിൽ ക്രിയേറ്റ് ആകുന്നുണ്ട് അല്ലേ. അപ്പൊ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരു ഫ്രണ്ട് സർക്കിളിന്റെ സ്വഭാവം എന്താണ്, ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്. സോ എന്താണ്, ഒരു ടീച്ചർ ആ കുട്ടിയുടെ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുമ്പോഴുള്ള സ്വഭാവത്തെ കുറിച്ചും അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ എന്താണ് ഉള്ള സ്വഭാവത്തെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം. അതിന് സൈക്കോളജി പഠിച്ചിരിക്കണം, സൈക്കോളജിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? ഇനി അതേപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടിക്ക് എന്താണ്, എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണ്, കഴിവുകൾ പല രീതിയിലാണ്. ഇപ്പൊ നമ്മളൊരു നോളജ് പ്രൊവൈഡ് ചെയ്താൽ, ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ അതെടുക്കുന്ന രീതി അല്ലെ വേറെ വ്യത്യസ്തമാണ് അല്ലേ. നമ്മളൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ ചില കുട്ടികൾ എന്താണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കുട്ടികളുണ്ട്. മറ്റു ചിലർക്ക് എന്താണ് വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അല്ലെ. ചിലർക്ക് കഥകളിലൂടെ അല്ലെങ്കിൽ സ്റ്റോറീസിലൂടെ അല്ലെങ്കിൽ എന്താണ് ആക്ഷൻ സോങ് അങ്ങനെ അത്തരം ആക്ടിവിറ്റീസിലൂടെ പറയുമ്പോഴായിരിക്കും പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ കഴിയുന്നത്. മറ്റു ചിലർക്ക് എന്താണ് ജസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ ബുക്സ് റീഡ് ചെയ്താൽ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന, ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളെയും എന്താണ് അവരുടെ ഏത് രീതിയിൽ പഠിപ്പിക്കുമ്പോഴാണ് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാകുന്നത്, ആ രീതി ഫോളോ ചെയ്യാനായിട്ട് ടീച്ചർ ശ്രമിക്കേണ്ടതാണ്. ക്ലിയർ ആണോ അത്? അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഓരോ ഏജിനും അനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം. അവർക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത് ആ പ്രായത്തിൽ, അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം പഠിപ്പിക്കേണ്ടത്. അവർക്ക് ഏത് സ്കില്ലാണുള്ളത്, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ആ കുട്ടികൾ ആ രീതിയിലായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇപ്പൊ ഒരു 3 വയസ്സുള്ള കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണോ, അല്ലെങ്കിൽ എന്താണ് ഒരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കുന്ന രീതിയിലാണോ ഒരു LKG കുട്ടിയെ പഠിപ്പിക്കേണ്ടത്? ആണോ? അല്ല. ഓക്കെ. ആ അപ്പൊ ഏജിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം നൽകേണ്ടത്. ഓക്കെ. ഇപ്പൊ മോറൽ വാല്യൂസ് പഠിപ്പിക്കണം. ഒരു LKG കുട്ടികളെ ഏത് രീതിയിലൊക്കെ പഠിപ്പിക്കാം? ആക്ഷൻ സോങ്ങിലൂടെ പഠിപ്പിക്കാം. ദെൻ ഒരു സ്റ്റോറീസ് സ്റ്റോറീസ് പ്രൊവൈഡ് ചെയ്യല, സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. പിന്നെങ്ങനെയാണ്? പിക്ചേഴ്സ് വരച്ച് കാണിച്ച് പിക്ചേഴ്സിലൂടെ പഠിപ്പിക്കാം. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? വിഷ്വലായിട്ട് കാണിക്കാം. വെരി ഗുഡ്. വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് പഠിപ്പിക്കാം. ദെൻ ഒരു ഡ്രാമ എക്സാമ്പിൾസ് പറഞ്ഞു കൊടുത്തോണ്ട് അതല്ലെങ്കിൽ എന്താണ് ഒരു ഡ്രാമ സ്കിറ്റ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ ആ റോൾ പ്ലേയിലൂടെ ഒക്കെ. ഓക്കെ. അപ്പൊ അത്തരത്തിൽ എന്താണ് അങ്ങനെ ആയിരിക്കണം കുട്ടികളിലെ മോറൽ പഠിപ്പിക്കേണ്ടത്. അതേസമയം ഒരു 5th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടിയെ എങ്ങനെയായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്? അവരെന്താണ് ഈ ഒരു രീതിയിലാണ് ഫോളോ ചെയ്ത് വന്നിരിക്കുന്നതെങ്കിൽ, പഠിച്ചു വന്നിരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി 10th സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും എന്താണ് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ അവർക്ക് ഉണ്ടായിരിക്കും അല്ലേ. അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ മൂവീസ് കാണുമ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആകാം അല്ലേ. വേറെന്തെങ്കിലും രീതി ഉണ്ടോ അവരെ പഠിപ്പിക്കാനായിട്ട്? ബുക്സ് റീഡ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നും എന്താണ് ഇത്തരത്തിലുള്ള നോളജ് ലഭിക്കുന്നതാണ്. സോ ഓരോ കുട്ടികൾക്കും അനുയോജ്യമായ രീതിയിലുള്ള ആക്ടിവിറ്റീസുകളിലൂടെ ആയിരിക്കണം കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഓക്കെ. അതേപോലെ തന്നെ എന്താണ് അവർക്ക് ഏത് രീതിയിൽ പഠിപ്പിക്കുമ്പോഴാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നത്, അതും എന്താണ് ഒരു ടീച്ചർ മനസ്സിലാക്കിയിരിക്കണം. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ ആണോ? സോ എന്താണ് സൈക്കോളജി വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരു ടീച്ചർക്ക്, സൈക്കോളജി പഠിച്ചിരിക്കുന്ന ഒരു ടീച്ചർക്ക് എന്താണ് ഒരു കുട്ടിയെ ഏത് രീതിയിൽ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളൊരു നോളജ് ഉണ്ടായിരിക്കും. ഇനി ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു എന്താണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, ആ പ്രീ പ്രൈമറിയിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരുടെ സ്വഭാവത്തിലുള്ള സവിശേഷതകൾ എന്തൊക്കെയാ?
അവരുടെ പ്രത്യേകത നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ ഓക്കെ ദെൻ പെട്ടെന്ന് ദേഷ്യപ്പെടാൻ നോക്കും. വെരി ഗുഡ്. പെട്ടെന്ന് ചില കുട്ടികൾ എന്താണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ടൈപ്പ് ഓഫ് കുട്ടികളുണ്ട്. പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് കരയുന്ന കുട്ടികളെ പെട്ടെന്ന് കരയുന്ന കുട്ടികളില് കരയുന്ന കുട്ടികളുണ്ട് അല്ലേ? ഓക്കെ ദെൻ വാശി കൂടുതലുള്ള കുട്ടികളുണ്ടാവും. വാശി കൂടുതലുള്ള കുട്ടികളുണ്ട്. ദെൻ ഭയങ്കര സൈലന്റ് ആയി ഒന്നിലും പെടാതെ അങ്ങനെ മാറിയിരിക്കുന്ന കാമാൻ ക്വയറ്റ് ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ ദെൻ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അല്ലേ? ഭയങ്കര വികൃതിയുള്ള പിള്ളേർ. ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. വികൃതികളായിട്ടുള്ള കുട്ടികളുണ്ട്. ദെൻ അപ്പൊ ഈ കുട്ടികളുടെ സ്വഭാവത്തിലെ ഒരു പ്രത്യേകത പറയുന്നത് അവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഭയങ്കര സട്ടിൽ ആൻഡ് സെൻസിറ്റീവ് ആയിരിക്കും. അതായത് അവരുടെ ഇമോഷൻസ് അവർ പ്രകടിപ്പിക്കുന്നത് എക്സ്ട്രീം ലെവലിലായിരിക്കും. ഇപ്പൊ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് എക്സ്ട്രീം ലെവലിലായിരിക്കും പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ വീടുകളിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അറിയാം അല്ലേ? ഇപ്പൊ ഒരു ചെറിയൊരു മിഠായിക്ക് വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ അവർ വാശി പിടിക്കുന്നത്. അത് ഭയങ്കര ഒച്ചത്തിൽ കരയുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലേ? അത്തരത്തിലുള്ള കുട്ടികളില്ലേ? അതേപോലെ സന്തോഷമാണെങ്കിലും ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം. ഓക്കെ, അവർക്ക് എന്താണ് അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. അവർക്ക് ശരി ഏതാണ് തെറ്റേതാണെന്ന് അറിയില്ല അല്ലേ? അവരെന്താണോ കാണുന്നത്, അവരുടെ സറൗണ്ടിങ്സിൽ എന്താണോ സംഭവിക്കുന്നത് അതാണ് അവർ അബ്സോർവ് ചെയ്യുന്നത്. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്താണ് കുട്ടികൾ അബ്സോർവ് ചെയ്യും. ചില കുട്ടികൾ ക്ലാസ്സിൽ വന്ന് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെ? എന്തുകൊണ്ടായിരിക്കും അത്? അവരത് പഠിച്ചിട്ടാണോ വന്നത്? ഐ മീൻ ജനിക്കുന്ന സമയത്ത് ഇതെല്ലാം പഠിച്ചിട്ടാണോ വരുന്നത്? അല്ല, എങ്ങനെയാ വേർഡ്സ് ഒക്കെ അവർ പഠിച്ചത് എങ്ങനെയായിരിക്കാം? ഓരോരുത്തർ പറയുന്ന അവരുടെ വീട്ടിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നൊക്കെ അവർ കേട്ടിട്ട് അവരത് അബ്സോർവ് ചെയ്യുന്നതാണ്. എന്താണ് ചുറ്റുപാടും സറൗണ്ടിങ്സിൽ ഇപ്പൊ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിന്നാണെങ്കിലും എന്താണ് വേർഡ്സുകൾ പഠിച്ചെടുക്കുന്നത് മറ്റുള്ളവർ പറയുന്നത് കേട്ടാണ് അവർ അബ്സോർബ് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് അല്ലെ? അപ്പൊ അത്തരം കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇത്തരം ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാൻ പാടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് മോശമായിട്ട് പെരുമാറാൻ പാടുണ്ടോ? അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ എന്ത് കണ്ടാലും അവരെന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഓക്കെ, ലൈക്ക് എ സ്പഞ്ച് പോലെ എന്ത് കണ്ടാലും എന്താണ് അബ്സോർബ് ചെയ്തെടുക്കും ആ കുട്ടികൾ. അവർക്ക് എന്താണ് ശരി ഏതാണ് തെറ്റേതാണെന്ന് അറിയില്ല. അതിനുള്ള മെച്യൂരിറ്റി അവർക്ക് ആയിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പൊ ആ പ്രായത്തിലുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം. ക്ലിയർ ആണോ അത്? സോ കുട്ടികൾ എന്ന് പറയുന്നത്, ചെറിയ കുട്ടികൾ എന്ന് പറയുന്നത് നാളത്തെ ആരാണ്? നാളത്തെ സൊസൈറ്റിയിൽ ആരാണ്? പൗരന്മാർ. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരായിട്ട് മാറുന്നത്, ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നത്. സോ ആ സൊസൈറ്റിയുടെ ഭാഗമാകുന്ന ആ കുട്ടികളിലെ നോളജ് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ടീച്ചർക്ക് എന്താണ് അവരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് വ്യക്തമായ അറിവ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ ടീച്ചർ എന്താണ് ആ കുട്ടിയെക്കുറിച്ച്, ആ ടീച്ചറിന്റെ മുന്നിലിരിക്കുന്ന കുട്ടിയെക്കുറിച്ച് എന്താണ് വ്യക്തമായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം. ആ കുട്ടി ഏത് രീതിയിലാണ് പഠിക്കുന്നത്, എങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്, ഒരു പ്രശ്നം വരുമ്പോൾ ഏത് രീതിയിലാണ് കുട്ടി റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്താണ് ഒരു ടീച്ചർ മനസ്സിലാക്കിയിരിക്കണം. ഒരു സൈക്കോളജി പഠിക്കുന്നത് കൊണ്ട് ഇത്തരം ബെനിഫിറ്റ് എല്ലാം ഒരു ടീച്ചർക്ക് ലഭിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ആണ് ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ, കുട്ടിയും കുട്ടിയുടെ സ്വഭാവവും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടിയില് പലതരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ട് അല്ലെ? എന്തെല്ലാം ആയിരിക്കാം അത്? എന്തെല്ലാം സ്വഭാവങ്ങളുണ്ട് ഒരു കുട്ടിക്ക്? ഏത് രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളാണ് ഒരു കുട്ടിക്കുള്ളത്? പെട്ടെന്ന് ദേഷ്യം വരും, വാശി, പെട്ടെന്ന് കരയും, വാശി പിടിക്കും. ഏതൊരു കാര്യത്തെയും ഉൾക്കൊള്ളാൻ അവര് കൂടുതൽ നോക്കുമെന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട്, കൂടുതൽ അറിവിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതെന്താ അങ്ങനെ കൂടുതൽ ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും അല്ലേ? ഓക്കെ ദെൻ അപ്പോ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് കുട്ടികൾക്ക് സംഭവിക്കുന്നുണ്ട് ഈ ചെറിയ പ്രായത്തിൽ അല്ലെ? ഇപ്പൊ ജനന സമയത്താണെങ്കിൽ എന്തെല്ലാം കഴിവുകളാ കുട്ടികൾ, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്? ജനിക്കുന്ന സമയത്ത് ഒരു 6 months വരെ എന്തെല്ലാം പറ്റുമോ ആ കുട്ടിക്ക്?
അവർക്ക് കയ്യും കാലും ചിരിക്കാനും അനക്കി കളിക്കാൻ പറ്റും. കൈകാലുകൾ അനക്കാനും അതുപോലെ തന്നെ കമഴ്ന്ന് കിടക്കാനും ഒക്കെ സാധിക്കും. കരയും. പിന്നെന്താണ് അവന്റെ നീഡ്സുകൾ പ്രകടിപ്പിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും? സംസാരിച്ചുകൊണ്ടാണോ? കരച്ചിലൂടെ ആയിരിക്കും. കരച്ചിലൂടെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈം എങ്ങനെ അവന്റെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പിന്നെന്തൊക്കെയാണ്? അത് കഴിഞ്ഞാല് പിന്നെന്താ അടുത്ത സ്റ്റെപ്പ് എന്താ? എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങുന്ന പ്രായമാണ്. ഇങ്ങനെ വീട്ടിലുള്ളവരും പുറത്തുള്ളവരെയൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. ദെൻ പിന്നെന്താ? ചെറിയ സൗണ്ടുകൾ കളറുകളൊക്കെ കാണുമ്പോ അതിലേക്ക് നോക്കാൻ തുടങ്ങും. സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോ സൗണ്ടുകളോടും റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ? ഓക്കെ ഓക്കെ. ചെറിയ നടക്കാൻ തുടങ്ങും. ചെറിയ സൗണ്ട്സുകൾ എന്താണ് ഉണ്ടാക്കും അല്ലെ? ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും. പിന്നെന്താണ്? ഓക്കെ, ദെൻ പിന്നെ അതിനുശേഷം എന്ത് ചെയ്യും? കുഞ്ഞെന്താണ് കമന്ന് വീഴും അല്ലേ? ദെൻ എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ ഇട്ട് കൊടുത്താൽ അത് നീന്താനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് ചെല്ലാനോ അത് എടുക്കാനുള്ള ഒരു ഇതൊക്കെ കാണിക്കും. ഓക്കെ ഓക്കെ. പിന്നെന്താ അടുത്ത സ്റ്റെപ്പ് എന്താ? വിശക്കുമ്പോ കൈയൊക്കെ ഇങ്ങനെ സക്ക് ചെയ്യാൻ തുടങ്ങും. സക്ക് ചെയ്യും. ഓക്കെ ഓക്കെ. ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് നോ നോ എന്ന് പറയാൻ തുടങ്ങും. മുട്ടുകുത്താനുള്ള ഒരു ഇതിലായിരിക്കും, ശ്രമത്തിലായിരിക്കും. മുട്ടുകുത്തി ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്ക് എന്താണ് നടക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ചെറിയ രീതിയിൽ നടക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലൂടെയാണ് ഒരു കുട്ടി കടന്നു പോകുന്നത് അല്ലെ? പലതരത്തിലുള്ള ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഓക്കെ ഓക്കെ. ഏതൊക്കെ ഡെവലപ്മെന്റൽ സ്റ്റേജിലൂടെ ഒരു കുട്ടി കടന്നു പോകുന്നുണ്ട്? എന്തൊക്കെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട് ഒരു കുട്ടിക്ക്? ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ഡെവലപ്മെന്റും അതുപോലെ മെന്റൽ ഡെവലപ്മെന്റും ഒരു കുട്ടിക്ക് സംഭവിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന്റെ ഇമോഷൻസ് എങ്ങനെയാണ് ഡെവലപ്ഡ് ആകുന്നത്? അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്ത് ഇമോഷൻസ് എങ്ങനെയായിരിക്കും? അധികം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയോ കുട്ടിക്ക്? അവനറിയാവുന്ന ആകെ ഇമോഷൻസ് ഏതൊക്കെയായിരിക്കാം? ഒരു ചെറിയ കരയുക, ചിരിക്കുക. അതേപോലെ കുറച്ചും കൂടി കഴിയുമ്പോൾ ദേഷ്യപ്പെടാനൊക്കെ അല്ലെ? ആ ഒരു ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ് മാത്രമായിരിക്കും കുട്ടി പഠിച്ചെടുക്കുന്നത്. ആ ടൈമിൽ ആ കുട്ടിക്ക് അറിയാവുന്നത്. ഇമോഷൻസ് ഡെവലപ്പ് ആകുന്നത് കുറച്ചുകൂടി കഴിയുമ്പോഴാണ് അല്ലെ? എന്താണ് എമ്പതി എന്താണെന്നുള്ള ഇമോഷൻസ് ആ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയോ ജനിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോ? ഒരു വയസ്സൊക്കെ ഉള്ള കുട്ടിക്ക് എമ്പതി എന്താണ്, സഹാനുഭൂതി എന്താണ്, കൈൻഡ്നെസ് എന്താണെന്നൊക്കെ അറിയാൻ കഴിയോ? ഇല്ല അല്ലെ? അതെന്താണ് ഓരോ സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്രയും ഇമോഷൻസ് കുട്ടി പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതേപോലെയാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാ സംഭവിക്കുന്നത്? ആദ്യ കുട്ടി എല്ലാ ആവശ്യങ്ങളും സംസാരിച്ചുകൊണ്ടാണോ പ്രകടിപ്പിക്കുന്നത്, പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? കരച്ചിലൂടെ ആയിരിക്കും ആദ്യം ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാകും? ചൂണ്ടിക്കാണിക്കും. ഓക്കെ ഓക്കെ. ചൂണ്ടിക്കാണിക്കും. ശരിയാണ്. ഓക്കെ. ദെൻ ഓക്കെ. ഓരോ സൗണ്ടുകൾ എഴുതാൻ പറയുന്നു. ചെറിയ ചെറിയ വേർഡ്സുകൾ എന്താണ് പറയാനായിട്ട് തുടങ്ങും അല്ലെ? ഇപ്പൊ വെള്ളത്തിന് എന്താണ് വെള്ളം എന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. ചെറിയ ചെറിയ വാക്കുകളൊക്കെ പറയും. പിന്നെന്താണ് ചെറിയ ചെറിയ സെന്റൻസുകൾ പറയാനായിട്ട് തുടങ്ങും അല്ലെ? അതിനുശേഷം എന്താണ് അവന്റെ ആവശ്യം എന്താണ് അത് പറയാനായിട്ടുള്ള വൊക്കാബുലറീസ് അവൻ നേടിയിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഈ രീതിയിലാണ് ലാംഗ്വേജ് ഡെവലപ്പ് ആകുന്നത്. അതേസമയം ഈ ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്? എല്ലാ കുട്ടികളും, സ്കൂളിൽ എത്തുന്ന എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ സംസാരിക്കുന്നവരാണോ? നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നവരാണോ? അല്ല, ചില കുട്ടികൾ എന്താണ് ലാംഗ്വേജ് അത്ര ഡെവലപ്ഡ് ആയിട്ടുണ്ടായിരിക്കില്ല, നല്ല രീതിയിൽ സംസാരിക്കാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കില്ല. കഴിവ് ഇൻ ദ സെൻസ് എന്താണ്? അത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കുട്ടിയുടെ ഫാമിലി അല്ലെ? കുട്ടി ചെറുപ്പത്തിലെ സ്കൂളിൽ വരുന്നത് വരെ സ്റ്റേ ചെയ്തിരുന്നത്, താമസിച്ചിരുന്നത് എവിടെയാണ്? പാരന്റ്സിന്റെ കൂടെയാണ്. പണ്ടത്തെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ജോയിന്റ് ഫാമിലി ആയിരുന്നു, ധാരാളം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു വീടുകളിൽ അല്ലെ? അപ്പൊ കുട്ടിയുടെ കൂടെ കളിക്കാനാണെങ്കിലും കഥകൾ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും ധാരാളം, ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിലും അമ്മുമ്മ, അപ്പൂപ്പൻ, അതേപോലെ അങ്കിൾസ്, ആന്റീസ്, അങ്ങനെ ധാരാളം മെമ്പേഴ്സ് ഉള്ള ഫാമിലിയിലായിരുന്നു ഒരു കുട്ടി ജനിച്ചിരുന്നത് അല്ലെ? ഇപ്പോഴാണെങ്കിലോ? അപ്പൊ പെട്ടെന്ന് ആ സിറ്റുവേഷനിലായിരിക്കുമ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് എന്താണ് കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ലാംഗ്വേജ് പെട്ടെന്ന് ഡെവലപ്ഡ് ആകുന്നതാണ്. എന്തുകൊണ്ടാ?
അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എന്താണ് ഒരാളുണ്ട്. നമ്മൾ പറഞ്ഞു കുട്ടി ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് അബ്സോർബ് ചെയ്തുകൊണ്ടാണ് അല്ലെ, മറ്റുള്ളവർ പറയുന്നത് എന്താണ് അത് കേട്ടുകൊണ്ടാണ്, ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഒത്തിരി സാഹചര്യങ്ങൾ അവസരങ്ങൾ അവനുണ്ട് ഓരോ ലാംഗ്വേജ് പഠിക്കും. ഇപ്പൊ കഥകൾ പറഞ്ഞു കൊടുക്കാനായിട്ടാണെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിൽ നിന്ന് കുറെ വൊക്കാബുലറീസ് അവൻ പഠിച്ചെടുക്കും. അങ്ങനെ അവന്റെ ലാംഗ്വേജ് പെട്ടെന്ന് ഡെവലപ്ഡ് ആവും. അതേസമയം ഇപ്പോഴത്തെ കണ്ടീഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലാത്ത കുട്ടികളുണ്ടാവും. ഇപ്പൊ ജോയിന്റ് ഫാമിലി ആണോ? സംസ്കാരം കുറവായി. പാരന്റ്സ് ഒക്കെ ആവുമ്പോൾ ഫാമിലീസ് ആയപ്പോ പാരന്റ്സിന് എന്താണ് ജോലിക്ക് പോകുന്നവരുണ്ടാകും അല്ലെ, വർക്കിന് പോകുന്നവരുണ്ടാകും, ചിലപ്പോ എന്താണ് വീട്ടിൽ ജോലിയുള്ളവരുണ്ടാകും. അതേപോലെ ടൈം കൂടുതൽ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത പാരന്റ്സ് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ മറ്റൊരു ഹാബിറ്റ് ആണ് എന്ത്, കുട്ടികള് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ TV കാർട്ടൂൺസിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ അല്ലെ. അപ്പൊ ഈ ഫാക്ടേഴ്സ് എല്ലാം കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആകുന്നതിൽ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ഒരു കുട്ടി സ്കൂളിൽ എത്തുന്ന ഒരു കുട്ടിയിൽ എന്തുകൊണ്ടാണ് അവന്റെ എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവന്റെ സ്വഭാവ രൂപീകരണത്തിന് അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഫാമിലി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ വീടുകളിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞ വീടുകളിൽ എപ്പോഴും എന്താണ് വഴക്ക് കൂടുന്ന പാരന്റ്സ് ഉണ്ടായിരിക്കാം അല്ലെ. അത്തരം ഒരു സിറ്റുവേഷൻസിൽ നിന്നും വരുന്ന ഒരു കുട്ടി ക്ലാസ് റൂമിൽ ഏത് രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? ഏത് രീതിയിലായിരിക്കും? പെട്ടെന്ന് ദേഷ്യം ആയിരിക്കും കുട്ടികൾ കൂടുതലും പ്രകടിപ്പിക്കുന്നത് അല്ലെ. എപ്പോഴും ഒരു നെഗറ്റീവ് സൈഡ് അല്ലെ, നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അതേസമയം നല്ലൊരു ഹാപ്പി ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിലോ ഏത് രീതിയിലുള്ള ഇമോഷൻസ് ആയിരിക്കും? കുഞ്ഞ് പോസിറ്റീവ് ആയിരിക്കും, സന്തോഷം അല്ലെ, നല്ല എൻജോയ്മെന്റ്, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല പോസിറ്റീവ് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളായിരിക്കും. അപ്പോ ഫാമിലി എന്ന് പറയുന്നത് എന്താണ് കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ മറ്റൊരു കുട്ടികളുടെ മറ്റൊരു സവിശേഷതയാണ് ഇപ്പോ എന്താണ് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് കഴിയില്ല. ചെറിയ പ്രായത്തിലാണ് കേട്ടോ. ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ധാരാളം കളിപ്പാട്ടങ്ങൾ, ഇപ്പൊ ടോയ്സ് ഉള്ള കുട്ടികൾ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ മുതിർന്ന ഒരാൾ കാണുമ്പോൾ നമുക്ക് ചില മിസ്റ്റേക്സ് ഒക്കെ തോന്നും. അപ്പൊ നമ്മൾ പറയും അങ്ങനെയല്ല മോനെ, ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ എന്താണ് സമ്മതിക്കും? അത് സമ്മതിക്കാറുണ്ടോ? മോസ്റ്റ് ഓഫ് ദി ടൈം എന്താണ് കുട്ടികൾ സമ്മതിക്കില്ല. അവർ പറയുന്നതാണ് ഈ രീതിയിലാണ് വെച്ചിരിക്കുന്ന രീതിയിലാണ് അതാണ് കറക്റ്റ് എന്ന് പറയും. അതെന്തുകൊണ്ടാ? കുട്ടികൾക്ക് എന്താണ് അവർക്ക് ലോകത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുകളില്ല അല്ലെ. അവർക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള അറിവില്ല. അവരെപ്പോഴും അവരുടെ കാഴ്ചപ്പാടില് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അവരുടെ കാഴ്ചപ്പാട് എന്താണ് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണ്. ക്ലിയർ ആണോ? മുതിർന്നവർ പറയുന്നത് എന്താണ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പക്വത ആ പ്രായത്തിലെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കില്ല. ഈഗോസെൻട്രിക് ആയിരിക്കും എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെയാണ് പിന്നെ സ്കൂളിൽ എത്തുന്ന കുട്ടികളിലെ ചില ഡിഫക്ട്സുകൾ, ചില കുറവുകൾ ഉണ്ടായിരിക്കും കുട്ടികൾക്ക് അല്ലെ. ഇപ്പോ എന്താണ് സ്വഭാവ വൈകല്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ ഡിസബിലിറ്റി, ശാരീരിക ബുദ്ധിമുട്ടുകളായിരിക്കാം. ഇതെല്ലാം ഒരു ടീച്ചർക്കാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ആണോ? നമ്മള് ഒരു ക്ലാസ്സിൽ ഒരു ചാപ്റ്ററിൽ പഠിച്ചു ഏതൊക്കെ അസുഖങ്ങളായിരുന്നു? മയോപ്പിയ, പയോറിയ പഠിച്ചില്ലേ? ഇപ്പൊ ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ് ഒക്കെ ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇയറിംഗ് പ്രോബ്ലംസ് ഉള്ള കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ ഒരു ടീച്ചർക്ക് എന്താണ് ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാനായിട്ട്, കണ്ടെത്താനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പൊ ഏർലി സ്റ്റേജിൽ ഇത്തരം സിറ്റുവേഷൻസ് കണ്ടെത്തിയാൽ എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട്, ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ ഒരു ടീച്ചർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടീച്ചറിന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എന്താണ് പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യുക എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇത്തരത്തില് ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ എന്താണ് ടീച്ചർക്ക് ഇപ്പൊ നോട്ട്സ് എഴുതി കൊടുക്കുമ്പോൾ ബോർഡിൽ എന്തെങ്കിലും എഴുതിയാൽ പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം? എന്തുകൊണ്ടൊക്കെ വരാം? ചിലപ്പോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അല്ലെ, ചിലപ്പോ കേൾവിക്ക് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ
റീഡ് ചെയ്യാനായിട്ട് പ്രയാസം ഉണ്ടായിരിക്കാം. അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുകൾ കാരണം എന്താണ് ഒരു ടീച്ചർക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത് എത്രയും നേരത്തെ കുട്ടിയുടെ പാരന്റ്സിന് ഇൻഫോം ചെയ്യുകയും അതിലൂടെ എന്താണ് പരിഹരിക്കേണ്ടതുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഗ്രോത്തിന്റെ സമയത്ത്, വളർച്ചയുടെ സമയത്ത് പലതരത്തിലുള്ള ഡെവലപ്മെന്റിലൂടെ ഒരു കുട്ടി കടന്നു പോകുന്നുണ്ട്. ഡെവലപ്മെന്റൽ സ്റ്റേജസിലൂടെ കുട്ടി കടന്നു പോകുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ഫിസിക്കൽ ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒരു കുട്ടി കടന്നു പോകുന്നുണ്ട്. അപ്പോ എന്താണ് ഒരു ടീച്ചർ ആയിരിക്കുമ്പോൾ മസ്റ്റ് ആയിട്ടും ചില ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ഉണ്ട്. പിയാഗറ്റ്സ്, അതേപോലെ തന്നെ എന്താണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അവരുടെ തിയറീസ് എന്താണ് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ഇതിൽ കൊടുത്തിട്ടുണ്ട് പിയാഗറ്റ്സിന്റെ ആണ് സ്റ്റേജസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു തിയറി ഉണ്ട്. അതേപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരു തിയറി ഉണ്ട്. എറിക്സണിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരു തിയറീസ് ഉണ്ട്. ഈ തിയറീസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ തിയറീസ് പഠിക്കുന്ന ഒരു ടീച്ചേഴ്സിനാണ് എന്താണ് മരിയ മോണ്ടിസോറിയുടെ അപ്പാരറ്റസുകളുടെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ ആ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒരു കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് കിൻഡർ ഗാർഡൻ, ആ ഒരു സിസ്റ്റം കേട്ടിട്ടില്ലേ? കിൻഡർ ഗാർഡൻ ഫ്രോബലിന്റെ, മരിയ മോണ്ടിസോറിയുടെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ സിസ്റ്റം പോലെ തന്നെ ഫ്രോബൽ എന്ന് പറയും. ഓക്കെ, ഫ്രോബലിന്റെ ഒരു സിസ്റ്റമാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് കിൻഡർ ഗാർഡൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സിസ്റ്റത്തിലും കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണെങ്കിലും അതേപോലെ തന്നെ എറിക്സന്റെ ആണെങ്കിലും എന്താണ് തിയറീസ് പഠിച്ചിരിക്കണം. ക്ലിയർ ആണോ? ആ ഒരു 3 തിയറീസ് പഠിക്കാനുണ്ട്. 3 ഫേമസ് സൈക്കോളജിസ്റ്റിന്റെ തിയറീസ് പഠിക്കാനുണ്ട്. ആ തിയറീസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നമുക്കിനി ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, ആക്ഷൻ സോങ് ആരാ ചെയ്യാനുള്ളത്? ആക്ഷൻ സോങ് കഴിഞ്ഞായിരുന്നു ഇവിടെ? ഇല്ല, 2-3 പേര് ചെയ്യാനുണ്ടായിരുന്നു. ആണ്. ഓക്കെ, റോൾ പ്ലേ പറഞ്ഞായിരുന്നോ? കൃഷ്ണാഞ്ജലി, പേരെന്താ? കൃഷ്ണ എന്നാണോ? എന്താ പേര്? മ്യൂട്ട് ചെയ്യാവോ പ്ലീസ്? മാം എക്സ്ക്യൂസ് മീ, മാം അടുത്ത ക്ലാസ്സിൽ ചെയ്താൽ മതിയോ? ഞാനൊന്ന് ലീവ് ആയിക്കോട്ടെ, ഒരു എമർജൻസി. താങ്ക് യു മാം. ദെൻ വേറെ ആരാ ചെയ്യാത്ത? ആരാ? ഞാൻ ചെയ്തതാട്ടാ. കൃഷ്ണേന്ദു അല്ലേ? കൃഷ്ണേന്ദു അല്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റോൾ പ്ലേയുടെ കാര്യം പറഞ്ഞായിരുന്നോ? റോൾ പ്ലേ ആൾക്കാർ ചെയ്യാറുണ്ട് മാം, അതുകൊണ്ട് റോൾ പ്ലേ പറഞ്ഞിട്ടില്ലായിരുന്നു. ചെയ്യൂ. സ്റ്റോറിയുടെ കാര്യമായിരുന്നു മാം പറഞ്ഞത്. സ്റ്റോറിയുടെ ചെയ്യാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. എല്ലാരും ആക്ഷൻ സോങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങാന്നാ പറഞ്ഞത്. റോൾ പ്ലേ അല്ല, സ്റ്റോറി ടെല്ലിംഗ്. ഓക്കെ. അപ്പൊ ബാക്കിയുള്ളവർ കംപ്ലീറ്റ് ചെയ്യൂ വേഗം. വേറെ ആരൊക്കെ ചെയ്യാനുള്ളത്? പേരൊന്ന് പറയൂ. ചെയ്യാൻ ആരുമില്ല? ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആരാണത്? പേര് എനിക്ക് ക്ലിയർ ആവുന്നില്ല. ആരാ? പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ. ആക്ഷൻ സോങ്, സ്റ്റോറി ടെല്ലിങ്ങിന് ആരെങ്കിലും റെഡി ആണോ? സ്റ്റോറി ടെല്ലിംഗ്, ആക്ഷൻ സോങ്. ആക്ഷൻ സോങ് ഇനി ഒന്നുകൂടി ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? അന്ന് ആദ്യം ചെയ്തപ്പോ നന്നായില്ല, ഇനി ഒന്നും കൂടി ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? സ്റ്റോറി ടെല്ലിങ്ങിന് റെഡിയാണ് മാം. ഓക്കെ ഷാന, വെരി ഗുഡ്. വീഡിയോ ഓൺ ആക്കിക്കോളൂ, നമുക്ക് നോക്കാം. സൗണ്ട് മോഡുലേഷൻ ശ്രദ്ധിക്കണം. ഓക്കെ, വീഡിയോ ഞാൻ ഓൺ ആക്കുന്നില്ല. വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഒരു ദിവസം വീഡിയോ ഓൺ ചെയ്തിട്ട് പറയാം. ക്ലിയർ ആവുന്നില്ല, ബ്രേക്ക് ആയി പോകുന്നു വോയിസ്. പിന്നെ ഒരു ദിവസം വീഡിയോ ഓൺ ചെയ്തിട്ട് വേറെ സ്റ്റോറി പറയും.
വയറുവേദന വെച്ചിരിക്കുക, അതുകൊണ്ടാണ് ഓൺ ആ ചെയ്യാറ്. ഓക്കെ. അപ്പൊ സൗണ്ട് മോഡുലേഷൻ ഒക്കെ ശ്രദ്ധിക്കണം. നമുക്ക് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പൊ വ്യത്യാസം അറിയണല്ലോ. ഓക്കെ ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റോറി അതുപോലെ തന്നെ അതിന്റെ മോറലും കൂടെ നമ്മൾ പറയണ്ടേ? വേണം വേണം. Once upon a time, in a desert, there were two plants, a rose and a cactus. Rose has a luscious red color and petals full of life. Rose was very proud of the way she looked. Rose used to mock the cactus for its ugly appearance, while the cactus remained silent. Other plants tried to insert some sense in the rose, but she was way too full of herself. On the arrival of summer, the desert became arid with no water left for the plants. In the absence of water, the rose started to lose its beauty. She looked at the cactus as if a bird was trying to peck the cactus with its beak for water. Rose felt shameful for her wrongdoings and asked the cactus for some water. The cactus agreed to help her and give water to Rose throughout the summer as a friend. And its moral, this story teaches us that we should never judge anyone the way they look. Everyone is blessed with a unique quality, and we should not belittle anyone. Thank you, ma'am. ഓക്കെ ഷഹന, നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതെന്താണ്? പ്രോപ്പർട്ടീസിന്റെ ഹെൽപ്പോട് കൂടി ചെയ്താൽ കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിക്ചർ സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ പിക്ചർ കാണിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്താണ് കുറച്ചുകൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. Then who is next? വേറെ ആരാ? ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ സ്റ്റോറി? ചെയ്തിട്ടുണ്ടോ? ചെയ്ത ആരെങ്കിലും ഉണ്ടോ? മാം വീഡിയോ ഓൺ ആക്കാതെ പറഞ്ഞാൽ മതിയോ? ഞാൻ ജോലി സ്ഥലത്ത്, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ? സ്റ്റാർട്ട് ചെയ്തോളൂ. റെഡി ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ദീപ റെഡി ആണോ? ദീപ മൈക്ക് ഓൺ ആക്കിക്കോളൂ. ഓക്കെ, കേൾക്കാൻ വേണം? കേൾക്കാം. The Lion and the Mouse. A lion was fast asleep in the jungle when a mouse started running all over him. The lion was angry that the mouse disturbed its sleep and was about to kill it with its paw. The mouse begged the lion to pardon it, saying it could be of help to it one day. The lion laughed at that thought and walked away. Soon after that, the lion was trapped in a hunter's net. The little mouse was passing by and saw the lion. It immediately tore the net with its sharp teeth and rescues the lion. Moral: little friends may prove to be great friends. അത്രേ ഉള്ളൂ. ഓക്കെ ദീപ, ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമുക്കിത് കേട്ടിരിക്കുമ്പോ ജസ്റ്റ് എന്താണ്, ഒരു ബുക്ക് നോക്കി റീഡ് ചെയ്യുന്ന ഒരു ഫീൽ ആണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഫീൽ ആണ് കിട്ടുന്നത്. ബുക്ക് നോക്കി ജസ്റ്റ് എന്താ റീഡ് ചെയ്യുക, നമുക്ക് ആ ഒരു സൗണ്ട് മോഡുലേഷനാ ആ ഒരു എക്സ്പ്രഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല.
ഞാൻ കുറച്ച് നോക്കിയാണ് വായിച്ചത്, പ്രിപ്പയർഡ് ആയിട്ട് അറിയില്ലായിരുന്നു. ഓക്കെ, ജോലി സ്ഥലത്താണ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് നമ്മൾ ലയൺ ആംഗ്രി എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു എക്സ്പ്രഷനോട് കൂടി ആ റോറിംഗ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പറയുമ്പോൾ കുട്ടികൾക്ക് എന്താണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സ്റ്റോറി. കേട്ടോ? അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കാം. ഉണ്ടാക്കിയിട്ട് ചെയ്യാം. ഓക്കെ ദീപ, ഇനി ആരെങ്കിലും റെഡി ആണോ? മാം ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഫൗസിയ എന്നല്ലേ? Yes. One day, Selim was walking to school. The road was busy and crowded. So many vehicles were moving right and left. He saw a poor old man standing by the side of the road. Selim asked him, "Grandpa, why are you standing here?" He replied, "I want to cross the road." Selim said, "I will help you, Grandpa." Selim helped him to cross the road. The old man smiled and said, "Thank you, my dear." Selim was very happy. Finish, ma'am. ഓക്കെ ഫൗസിയ, നന്നായിട്ടുണ്ടായിരുന്നു. സൂപ്പർബ് ആയിരുന്നു കേട്ടോ. നന്നായിട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എന്താണ് സൗണ്ട് മോഡുലേഷൻ ഒക്കെ നമുക്ക് ആ ക്യാരക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, കാണുന്നില്ലെങ്കിലും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ രീതിയിൽ എന്താണ് പ്രസന്റ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ് ഫൗസിയ. ദെൻ വേറെ ആരാ? മാം ഞാനൊന്ന് ട്രൈ ചെയ്തു. പേരെന്താ? ഷഹന. ഷഹന. Life begat danger. There was a small village at the foot of a hill, where the villagers lived happily. A shepherd boy also lived there. He used to graze the sheep in the valley from dawn to dusk, and return home in the evening with his cattle. One day, the shepherd boy thought of befooling the villagers. He shouted at the top of his voice, "Wolf! Wolf!" The villagers came running to the spot with their sticks and weapons in hand to serve the boy and his cattle. But they found no wolf there. The shepherd boy began to laugh, as I was able to befool the villagers. After a few days, the shepherd boy again shouted, "Wolf! Wolf!" And again the villagers came running with their sticks and weapons to the rescue of the distressed. But again they saw the shepherd boy laughing for befooling them. They went back, annoyed at the boy. Now, one day a wolf really appeared at the valley and attacked the shepherd boy and his cattle. The boy shouted loudly, "Wolf! Wolf!" But the villagers took it for the usual fun that the boy enjoyed by misleading them, so they did not bother themselves to come the rescue. The shepherd boy was killed, and a few sheep were injured by the wolves. The boy understood before his death that lies do not pay, and they rather create troubles for the liar. Thank you, ma'am. ഓക്കെ ഷഹന, നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടിയൊക്കെ എന്താണ് എക്സ്പ്രഷൻ ഒക്കെ കൊടുത്ത് എക്സ്പ്രസ്ഡ് ആയിട്ട് എന്താണ് പറയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വോൾഫ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ സൗണ്ട് ഒക്കെ ഒന്ന് റേസ് ചെയ്ത് പറയാം കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. ഗുഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ദെൻ വേറെ ആരെങ്കിലും റെഡി ആണോ? ഞാനൊന്ന് പറഞ്ഞോക്കട്ടെ മാം. ശരിയാണെന്ന് അറിയില്ല, പറഞ്ഞു നോക്കാം. സ്റ്റാർട്ട് ചെയ്തോളൂ. There was a thirsty crowd. There was a crowd which was very thirsty. She searched a water everywhere. At last, she saw a water pot near the well. He looked inside the pot. There was very little water in the pot. The crowd said, ഒരു മിനിറ്റ് മാം, ഞാൻ മറന്നുപോയി. He looked inside the pot. There was very
there was very little water in the pot. The crow saw some stones nearby. He thought a plan. He picked some. മാം ഞാൻ അടുത്ത പ്രാവശ്യം പറയാം, ഞാൻ മറന്നുപോയി. ഓക്കെ നീന, എന്താണ് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം തന്നെ പിക്ചേഴ്സ് ഒക്കെ ഉൾപ്പെടുത്താം, അതിൽ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, വേറെ ആരാ? ഞാൻ പറയാം. പേരെന്താ? റെജീന. ഓക്കെ റെജീന. The two cats and a monkey. Once upon a time, there were two cats. They were good friends. They got a piece of bread. While sharing, they made big and small piece. So they began to fight for the bigger piece. At the same time, a monkey saw them fighting. The monkey said, "I will share it equally." He bit the bigger piece to make it equally. Again, it bit the other bigger piece to make it equally. Bit by bit, ate and whole bread and went away happily. The poor cats lost the bread. Moral: we must learn to share what we have. Thank you. ഓക്കെ റെജീന, പ്രോപ്പർട്ടീസ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തു. നമ്മള് ദേ ഗോട്ട് എ പീസ് ഓഫ് ബ്രെഡ് എന്നൊക്കെ പറയില്ലേ, ആ സമയത്ത് എന്താണ് കുറച്ചുകൂടി എന്താണ് എക്സൈറ്റ്മെന്റോട് കൂടിയൊക്കെ ആ ഒരു എക്സ്പ്രഷനോട് കൂടിയൊക്കെ പറയാം കേട്ടോ. ദേ ഗോട്ട് എ പീസ് ഓഫ് ബ്രെഡ് ലൈക്ക് ദാറ്റ്, അതേപോലെയൊക്കെ പറയാം. സൗണ്ട് മോഡുലേഷൻ കുറച്ചുകൂടി ശ്രദ്ധിക്കാം. ആയിരുന്നു. ദെൻ ഞാൻ പറയാം. ഓക്കെ സ്മിത. കാണാം. Good morning to all children. Today, let's tell a story. Okay? Let's tell the story of a monkey. കാണുന്നുണ്ടോ മാം? Name Tutu. Tutu was a lazy monkey. One day, he saw a big black rock and began to sleep on it. After same time, a rock began to move. The rock was actually an elephant. The elephant shook his body swiftly and thud fell to the ground with thud. "Ooh!" cried Tutu as he woke up from his sleep. All the animals had a good laugh when they saw Tutu fly. What did the children understand from this story? Yes, we should never be lazy in our life. This is the moral of the story. Thank you. സ്മിത സൂപ്പർ, എക്സലന്റ് ആയിട്ട് ചെയ്തട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. Thank you, ma'am. Keep it up. Okay, superb. Then വേറെ ആരാ? വേഗം പറയൂ, വേറെ ആരാ റെഡി ആയിരിക്കുന്നത്? ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറെ ടൈം കിട്ടിയല്ലേ, ഓണം ബ്രേക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പറയൂ, ഹു ഈസ് നെക്സ്റ്റ്? ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റൊക്കെ വരാം, മിസ്റ്റേക്സ് ഒക്കെ വരാം, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്ത് ശരിയാക്കാം. ഓക്കെ, റെഡി ആണോ ആരെങ്കിലും? ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ അതിനായിട്ട് പ്രിപ്പയർ ആയിട്ടൊന്നുമില്ല. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ജിൻസൺ. ഓക്കെ, പേരെന്തായിരുന്നു? മറന്നുപോയി. ജോൺസി. ജോൺസി. ഓക്കെ. A lion and a mouse. Once upon a time, there lived in lion is a mouse.
One day, the lion was sleeping. The mouse started playing it. The lion is wake up. He caught up the mouse and was going to kill. The mouse requested forgiveness. The lion let him go. After some days, the lion caught in a net. The mouse cut in the net his teeth. The lion was free. He thanked the mouse. Moral, do good, have good. ഞാൻ ഇത് ഈ നേരത്തെ ഉണ്ടാക്കിയതാണ്. എനിക്ക് അത്ര അറിയില്ല. ഞാനിത് പ്രിപ്പയർ ആയിട്ടൊന്നുമില്ല. എന്നാലും നല്ല അറ്റംപ്റ്റ് ആയിരുന്നു ജോൽസി. ഓക്കെ, നമുക്ക് എന്നാലും ചെയ്ത് ശരിയാക്കാം. ഓക്കെ, ദെൻ വേറെ ആരാ? ഇപ്പൊ ചെയ്ത് കഴിഞ്ഞവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ലേ? ഇനി അടുത്ത നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നില്ലേ ചെയ്തവർക്ക്? അതെ. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാത്തൊരു വേഗം ചെയ്തോളൂ. തെറ്റിപ്പോകുന്ന പേടിയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് തെറ്റിലൂടെ പഠിക്കാം. ഓക്കെ, വേറെ ആരാ? വേറെ ആരും റെഡി അല്ല? റെഡി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുക്കാം ബാക്കി. മാം ഞാൻ പറഞ്ഞോക്കാം. ഓക്കെ. വീഡിയോ ഓണാക്കാൻ പറ്റില്ല, നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ. The true friend. Once there were two friends, a squirrel and a puppy. They used to live and play together. The squirrel was very sporty and always won the game. The puppy used to feel bad and through that it was of no use. One day it started raining heavily. The squirrel was in high spirits. He started doing antics, but suddenly lost his balance and fell in the rainwater. He called his friend, the puppy, for help. The puppy came to his rescue. The squirrel climbed on its back and reached a safe place. He thanked his friend for saving his life. Moral of the story is always have confidence in yourself. Everyone is unique in his own way. ഓക്കെ, പേരെന്തായിരുന്നു? അഫ്ന. ഓക്കെ അഫ്ന, എന്തായിരുന്നു? കുറച്ചും കൂടിയൊക്കെ നന്നാക്കാം നമുക്ക് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് നല്ലൊരു സ്റ്റോറി ആയിട്ട് വരാം. ഇപ്പൊ എന്താണ് കുറച്ച് സൗണ്ട് മോഡുലേഷൻ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? കുറച്ചും കൂടി സൗണ്ട് മോഡുലേഷൻ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞാൽ എന്താണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾ കേട്ടിരിക്കും. കാണാണ്ട് പഠിച്ചത്, ഇടയ്ക്കൊക്കെ മറന്നുപോയി. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് പ്രാക്ടീസ് ചെയ്യുന്തോറും നമുക്ക് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പറഞ്ഞ ടൈമിലൊന്ന് പഠിച്ചത്, അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയില്ലായിരുന്നു. കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം ശരിയാക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ കുട്ടികൾക്കാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത് സ്റ്റോറീസ്. അപ്പൊ എസ്പെഷ്യലി ഇംഗ്ലീഷ് സ്റ്റോറീസ് ആകുമ്പോൾ അതിന്റെ കൂടെ പിക്ചറൊക്കെ ആഡ് ചെയ്യാം. നേരത്തെ ആരായിരുന്നു? പേര് ഞാൻ വിട്ടുപോയി, കാണിച്ചില്ല നേരത്തെ. സ്റ്റോറിയുടെ ഒപ്പം തന്നെ പിക്ചർ കൂടി കാണിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതൊക്കെ ഓരോ വേർഡ്സ് ആണെങ്കിൽ എന്താ സംഭവം എന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. വീഡിയോ ഓണാക്കാന്ന് പറഞ്ഞ ഇവിടെ റേഞ്ച് കുറവാ, ഒരു ഘട്ട റേഞ്ചേ ഉള്ളൂ. ഓക്കെ. എന്താടാ, എന്താ ക്ലിയർ ആയില്ല എനിക്ക്. ശ്രുതി, അങ്ങനെ സൗണ്ട് എടുക്കണമെന്നല്ല
അങ്ങനെയല്ല, നമ്മുടെ സൗണ്ട് എന്താണ് റേസ് ചെയ്ത് പറയാ, ഒന്ന് കാമായിട്ട് പറയാ, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ പറയില്ലേ. ഇപ്പൊ പേടിക്കുമ്പോ പേടിക്കുന്ന ആ രീതിയിൽ എക്സ്പ്രഷൻ കൊടുക്കുക, അങ്ങനെയൊക്കെ. നമ്മുടെ സൗണ്ടിനെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മുടെ നേരത്തെ പേര് ഞാൻ മറന്നു, സ്മിത എന്നായിരുന്നു പേര്. എക്സ്പ്രസീവ് ആയിട്ട് പറഞ്ഞില്ലേ, ആ രീതിയിൽ സൗണ്ടൊക്കെ ഒന്ന് റേസ് ചെയ്തുകൊണ്ട്, റേസ് ചെയ്യേണ്ട സ്ഥലത്ത് സൗണ്ടൊക്കെ ഒന്ന് എന്താണ് വോയിസ് കൂട്ടിക്കൊണ്ട് ആ രീതിയിൽ പറയാം. ക്ലിയർ ആണോ ശ്രുതി? മാം ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഓക്കെ ഓക്കെ സിയ. എൻ്റെ പേര് റിനീഷ എന്നാണ് മാഡം. One day, a lion injured his paw while hunting. He could no longer run fast enough to catch his prey. A couple of days. ഹലോ മാം. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ടടാ. എനിക്കൊരു കോള് കയറി വന്നായിരുന്നു, അതുകൊണ്ട്. നമുക്ക് നോക്കാം. റിനീഷ വരുന്നത് വെയിറ്റ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ എന്താണ് പിയാഗറ്റ്സിന്റെ അതേപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് തിയറീസ് വരുന്നുണ്ട്. ജസ്റ്റ് എന്താണെന്ന് നോക്കാം, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. പിയാഗറ്റ്സിന്റെ അതേപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് വരുന്നുണ്ട്. എറിക്സണിന്റെ എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് അതിലെന്താണ് കണ്ടന്റ് എന്ന് നോക്കാം. ക്ലിയർ ആണോ? Yes, ma'am. Okay, Renisha, are you there? Renisha. Yes, ma'am. Yes, ma'am. Call വന്നപ്പോൾ കട്ടായി പോയിരുന്നു. Sorry, ma'am. One day, a lion injured his paw while hunting. He could no longer run fast enough to catch his prey. A couple of days passed, and the lion hadn't caught anything except for a few measly rats. One day, he saw a deer grazing at a distance. The lion decided to trick the deer so that he could have a decent meal. The lion started imitating the deer. It looked like the lion was grazing too. The deer was surprised to see this. After looking at the lion for some time, it could not contain its curiosity anymore. It walked up to the lion and asked, "Why are you eating grass, sir? I think it tastes much better than meat." The lion said, "I know a place with a lot of fresh grass. Would you like to accompany me?" The deer, thrilled at the prospect of being friend to the king of the jungle, happily accompanied the lion. The lion led a deer to his den and trapped it. The deer had to pray for its foolishness with its life. This good message of the story: trusting your enemies can be dangerous. Okay, finish, ma'am. Okay, സിയ ഫസ്റ്റ് ടൈം ആണോ ചെയ്യുന്നത്? മാം സ്റ്റോറി ഞാനത് പ്രിപ്പയർഡ് അല്ല, ജസ്റ്റ് ഇപ്പൊ നന്നായിട്ട് ചെയ്തു. റിനീഷ എന്നല്ലേ പേര് പറഞ്ഞേ? നന്നായിട്ട് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ വീഡിയോ ഓൺ ആക്കാത്തതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ, ഇമാജിനേഷൻ പവർ കൂട്ടാൻ പറ്റും. ഓക്കെ, എല്ലാരും വീഡിയോ ഓൺ ആക്കി ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ സൈക്കോളജി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് തിയറീസ് ആണ് പഠിക്കാനുള്ളത്. അതോടുകൂടി ചാപ്റ്റർ എന്താണ് കംപ്ലീറ്റ് ആവും. ആ തിയറീസ് പഠിച്ചാലാണ് മരിയ മോണ്ടിസോറിയുടെ അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള എങ്ങനെ പഠിപ്പിക്കും, അപ്പാരറ്റസ് യൂസ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വഭാവത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എന്താണ് പിന്നെ ആരുടെ ആയിരുന്നു കിൻഡർ ഗാർഡൻ സിസ്റ്റം ഉണ്ട് ഫ്രോബലിന്റെ, ആ സിസ്റ്റത്തെയും കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് പറയാനുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതൊക്കെ പഠിക്കാം. ഈ 3 തിയറീസ് ഞാൻ പറഞ്ഞില്ലേ, അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? Okay, ma'am. Clear. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ എന്താണ് ആക്ഷൻ സോങ് ചെയ്യാത്തവർ, അതേപോലെ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ചെയ്യാത്തവര് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് മസ്റ്റ് ആയിട്ടും ക്ലാസ്സിൽ കയറുന്നവരെന്താണ് ചെയ്യാനായിട്ട്. ഓക്കെ.
Okay, ma'am. Bye. Thank you, ma'am. Thank you, ma'am.